നമസ്കാരം. സ്വാഭാവികമായിട്ട് ഈ വീരപരിവേഷം ലഭിക്കുക എന്നുള്ളത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കനത്ത രീതിയിൽ പോരാടി ബ്രിട്ടീഷുകാരുടെ തടവറയിൽ കഴിയുകയും ഒടുവിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഒരു വീരപരിവേഷം ചരിത്രം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വീരപരിവേഷം അല്ലെങ്കിലും കുറച്ചു പ്രവർത്തകരുടെ ഒരു വീരപരിവേഷം ലഭിച്ചിരിക്കുകയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്. അതായത് ശബരിമല വിഷയത്തിൽ ജയിലിനകത്ത് കിടന്നത് പ്രവർത്തകരുടെ വീര്യം കെടുത്തിയിട്ടുണ്ടെങ്കിലും RSS കനത്ത പിന്തുണയാണ് കെ സുരേന്ദ്രന് നൽകിയിട്ടുള്ളത്. ഒപ്പം ഒരു നല്ലൊരു സമ്മാനവും കെ സുരേന്ദ്രന് ജയിലിൽ നിന്നിറങ്ങുമ്പോൾ നൽകുമെന്നാണ് RSSന്റെ വാദം. അതായത് ശ്രീധരൻ പിള്ളയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രനെ കൊണ്ടുവരാനുള്ള കടുത്ത നീക്കത്തിലാണ് RSS. ആദ്യഘട്ടത്തിൽ RSSും കൃഷ്ണദാസ് വിഭാഗവും പരിപൂർണമായിട്ടും കെ സുരേന്ദ്രനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും എന്നാൽ ശബരിമല വിഷയത്തിലെ ശ്രീധരൻ പിള്ളയുടെ ഇടപെടലുകളൊക്കെ പരാജയത്തിലേക്ക് പോകുന്ന വഴിയിലാണ് RSSും കൃഷ്ണദാസ് വിഭാഗവും, അതായത് മുരളീധരൻ പക്ഷവും എല്ലാം ഒന്നിച്ചുകൊണ്ട് കടുത്ത ഒരു തീരുമാനവുമായിട്ട് സുരേന്ദ്രന്റെ വിഷയത്തിൽ കടന്നു വരുന്നത്. സുരേന്ദ്രനെ ജയിലിൽ RSSന്റെ നേതാക്കന്മാർ സന്ദർശിച്ച് അതിനുശേഷം കേന്ദ്രത്തോട് RSS കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ബി.ജെ.പിയുടെ അധ്യക്ഷനായിട്ട് കൊണ്ടുവരാനുള്ള നീക്കത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ്. ജയിലിൽ നിന്ന് തിരിച്ചു വന്നാൽ ഉടൻ തന്നെ ഒരു വീര പരിവേഷം ഏറ്റുവാങ്ങി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്ന കെ സുരേന്ദ്രന് പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നതാണ് RSSന്റെ തീരുമാനങ്ങൾ. എന്നാൽ കെ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പോലീസുകാർ വളരെ കൃത്യമായി പറഞ്ഞാൽ കോളറിൽ പിടിച്ചിട്ട് പോലും ജീപ്പിനകത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അതായത് ഒരു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പോലും ഒരു വലിയ രീതിയിലുള്ള പദവികൾ നൽകാതെ ബഹുമാനങ്ങൾ നൽകാതെ പോലീസ് ജീപ്പിലിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം കാണുന്ന പ്രവർത്തകർ പാർട്ടിയിൽ നിന്നും പിന്തിരിയാനുള്ള ഒരു സാഹചര്യവും അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഈ വിഷയവും RSS കേന്ദ്രത്തോട് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്നാൽ ശ്രീധരൻ പിള്ളയെ അങ്ങനെ കൊച്ചാക്കാനൊന്നും RSSന് തീരുമാനമൊന്നുമില്ല. ശ്രീധരൻ പിള്ളയെ കേന്ദ്രത്തിലെ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ ശ്രീധരൻ പിള്ളയ്ക്ക് ഒരു നല്ലൊരു പോസ്റ്റ് കൊടുക്കാനും RSS മറന്നിട്ടൊന്നുമില്ല. എന്നാൽ സുരേന്ദ്രന് ഞങ്ങൾ ഇനി കൈവിടില്ല, സുരേന്ദ്രനാണ് ഇനി പാർട്ടിയുടെ എല്ലാം എന്ന ഒരു തീരുമാനത്തിലാണ് RSS. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.